സാധാരണ നമ്മൾ കാന്താരി മുളക് അരച്ചതാണ് കൂട്ടുന്നത്, അല്ലെങ്കിൽ മുളക് ചമ്മന്തി. ഇതിപ്പം ഇന്നലത്തെ ഇച്ചിരി പോർക്കിൻ്റെ ചാറുണ്ടായിരുന്നു, നമുക്കതും കൂട്ടി കഴിക്കാം. ചേമ്പ്, നനച്ചേമ്പ് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഇച്ചിരി ചൊറിയുന്ന പരിപാടിയാണ്, എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഉറക്കുമ്പോൾ നമുക്കിത് വേവിച്ച് പുഴുങ്ങി തിന്നും. ചേമ്പ് ചിരണ്ടി കഴിഞ്ഞു. ഇത് ചിരണ്ടി വെള്ളത്തിലിടണം, കൂർക്ക പോലെ, ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വേറെ തൊലി ഉണ്ടായി വരും. അപ്പോൾ ചിരണ്ടി വെള്ളത്തിലിട്ടു. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം, നല്ലപോലെ തിരുമ്മി കഴുകിയെടുക്കാം. കുറച്ച് അംഗങ്ങളൊക്കെയുള്ള വീട്ടിൽ ഇതുപോലെ ചിരണ്ടി പുഴുങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് അത് തിരുമ്മി കഴുകി മണ്ണും കളഞ്ഞ് വെച്ച് തൊലിയോടുകൂടി പുഴുങ്ങാം. അത് കഴിഞ്ഞ് കഴിക്കാൻ നേരത്ത് തൊലി പൊളിച്ച് കളഞ്ഞാൽ മതി. കാന്താരി ചമ്മന്തി ഉണ്ടാക്കി അതാണ് സാധാരണ ഇതിന് കൂട്ടുന്നത്. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി വേവിച്ചിട്ട് മുളക് അരച്ചിട്ട് ചാറ് വയ്ക്കാനും നല്ലതാണ് കേട്ടോ. തേങ്ങയും കാന്താരി മുളകും അരച്ചിട്ട്. ഇത് വേവാൻ അധികം വെള്ളമൊന്നും വേണ്ട, വെള്ളം പറ്റി വരുന്നതാണ് അതിൻ്റെ രുചി. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പയൊക്കെ പോലെ ഊറ്റിക്കളയുന്നില്ലാത്തത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഊറ്റിക്കളയുന്നതിനാണെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടിയാലും നമുക്ക് ഉപ്പ് ഒരു പരിധി വിട്ട് ചേമ്പയിലേക്ക് അല്ലെങ്കിൽ കപ്പയിലേക്ക് പിടിക്കില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് വെള്ളം പറ്റിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ പറ്റിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. 1-2 വിസിലടിക്കുമ്പോഴത്തേനും വെന്ത് കിട്ടും. കൈ നന്നായിട്ട് ചൊറിയുന്നുണ്ട്. കൈയൊക്കെ ഒന്ന് ചൂടാക്കി കയ്യിലെ വെള്ളമയം പോയി കഴിയുമ്പം ജലാംശം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചൊറിച്ചിൽ പൊക്കോളും. നമ്മുടെ ചേമ്പ് വിസിലടിച്ചു. തീ കുറച്ച് വെക്കാം. ഒരു വിസിലോടെ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കാറ്റ് പോയി കഴിഞ്ഞ് വെള്ളം ഉണ്ടെങ്കിലൊന്ന് പറ്റിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളമുണ്ട്, ഒന്ന് പറ്റിച്ചെടുക്കാം. പറ്റി വന്നിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ പാത്രത്തിൻ്റെ കുക്കറിന് നല്ല കട്ടിയുണ്ടല്ലോ, കുക്കറിൻ്റെ ചൂടും കൊണ്ട് പറ്റിക്കോളും. നമുക്ക് തീ ഓഫാക്കാം. പിന്നെ ചേമ്പിൻ്റെ അകത്ത് നല്ല ചൂടാണ്, കപ്പയും ചോറും പോലെയല്ല. അപ്പം നന്നായിട്ട് കുറച്ചൊന്ന് തണുത്തിട്ടേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ചേമ്പ്, ചേന ഇവയൊക്കെ വാങ്ങി വെച്ചിട്ട് കുറച്ചൊന്ന് തണുത്തിട്ട് തിന്നില്ലെങ്കിൽ നമ്മുടെ വായും തൊണ്ടയും എല്ലാം പൊള്ളും. അതുകൊണ്ട് കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് കഴിക്കാം.